നമുക്ക് നൽകട്ടെ. ഞാൻ ജനിച്ചു വളർന്നത് ഒറീസയിലായിരുന്നു. ഞാൻ MBBS പഠിച്ചതും ഒറീസയിൽ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പം 10-15 വർഷമായി ഞാൻ നാട്ടിൽ തന്നെയാണ്, തച്ചമ്പാറയിൽ തന്നെയാണ്. മലയാളമൊക്കെ അറിയാം. പറയുമ്പോൾ ചില ഒറീസയിൽ ജനിച്ചു വളർന്നതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ ചിലപ്പം ഇവിടെ കവിയത്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മലയാളത്തിൽ കുറേ തെറ്റൊക്കെ വരാം കേട്ടോ, ക്ഷമിക്കണം. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് ഇപ്പം മലയാളം വായിക്കാറുണ്ട്, എന്നാലും എന്നെ ക്ഷമിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളുന്നു. നമുക്ക് ബൈബിൾ സ്റ്റഡീനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ പഠിച്ച കാര്യം അതിൽ നിന്ന് സംസാരിക്കാമെന്നാണ് ചിന്തിച്ചത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കത് ആദ്യമായിട്ടൊന്ന് വായിക്കാം. അതിനുശേഷം ഞാൻ 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷി വയ്ക്കുകയും പിതാവിനോടുകൂടി നിന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുന്നതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോട് പിതാവിനോടും നമ്മുടെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾക്കിത് നിങ്ങൾ കേൾക്കുന്നു. ഞാൻ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡി 2 ഭാഗമായിട്ടാണ് ചിന്തിച്ചത്. ഈ 1 യോഹന്നാൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് നേരം എടുത്തിട്ട് അതിനുശേഷം ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. നെന്മാറ ബ്രദറിൻ അസംബ്ലിയിൽ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി നടക്കുന്നത് ഞാൻ അറിയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വരുന്ന മെസ്സേജസിൻ്റെ ഞാൻ കാണാറുണ്ട്. ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ്. നമ്മൾ ഒരു വാക്യം അതിൻ്റെ ബന്ധത്തിലൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. അവർക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ തുടങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തരിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ, നീ അതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവിടെ അടുത്തത് അപഹരിക്കുകയില്ല. ഈ ലോകത്തിൽ നമുക്ക് പല ചിന്തകളും വ്യാകുലതകളും ഉണ്ട്. കർത്താവോട് പറഞ്ഞു, മേരി മാർത്തയും. മാർത്തയ്ക്ക് ഭയങ്കര ജോലി തിരക്ക്, അടുക്കള തിരക്കൊക്കെയാണ്. എന്നാൽ മേരി എന്തെടുത്തു? കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ദൈവവചനം പഠിക്കുന്നു. അവിടെ കർത്താവ് പറഞ്ഞ കാര്യം അതാരും അവിടെ കയ്യിൽ നിന്ന് എടുത്തു കളയത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങളും നേടും. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളമൊക്കെ മേടിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നോളജ്, നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു, നമ്മൾ സ്ഥാനം നേടുന്നു, പണം നേടുന്നു. ഇതെല്ലാം നമ്മളിവിടെ വിട്ടിട്ട് പോകും, അല്ലേ? എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ വായിച്ചത്, അത് ആരും അപഹരിക്കത്തില്ല. ഇറ്റ് വിൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം ഹർ. നിത്യകാലം വരെ നിൽക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് നിലനിൽക്കും. 2 ഇവിടെ നമ്മൾ വായിച്ചത്, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പഠിക്കുന്ന കാര്യം അത് നിത്യത വരെ ഉള്ളതാണ്, ആരും എടുത്തു കളയത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചുരുക്കം പേരാണേലും അല്പസമയം കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ വന്നത്, അതാരും കർത്താവ് പറഞ്ഞ പോലെ മേരിയുടെ കയ്യിൽ നിന്ന് അതാരും ഉപഹരിക്കത്തില്ല, അത് നിത്യമായിട്ടിരിക്കും. നമ്മൾ കളിക്കാൻ പോയി, പഠിക്കാൻ പോയി, ജോലി ചെയ്തു, പണമൊക്കെ കിട്ടും, വേണം വേണ്ടെന്ന് പറഞ്ഞില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ മുമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ആ ദൈവം തരുന്ന സമാധാനം,
അത് ആർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല. അത് നിത്യത വരെ ഉള്ളതാണെന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ബൈബിൾ സ്റ്റഡി തുടർന്ന് പോകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. നമ്മൾ ഈ 1 യോഹന്നാൻ അതിൻ്റെ കുറച്ച് സമയം ഞാൻ അതിൻ്റെ ഇൻട്രഡക്ഷൻ നിങ്ങൾ കൂടുതൽ അത് പഠിക്കണം. അതുകൊണ്ട് ഇൻട്രഡക്ഷനായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് 1 യോഹന്നാൻ പേര് പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ യോഹന്നാനാണ് എഴുതിയേക്കുന്നത്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ അപ്പോസ്തലന്മാർ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ദേവർ ഇൻ ദി ഫസ്റ്റ് സെഞ്ച്വറി. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, അത് ഇന്ന് നമ്മൾ അവരെ കാണുന്നില്ല. അത് നമ്മൾ ബൈബിൾ സ്റ്റഡി ആണല്ലോ, ചില വാക്യങ്ങൾ എടുത്തു തന്നെ ഞാൻ പറയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ക്രിസ്തു യേശു എന്ന മൂലക്കല്ല്, അതിൽ മീതെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമായിട്ട് പണിതിരിക്കുന്നു. എന്താ പണിതേക്കുന്ന? 21-ാം വാക്യത്തിലെ അവിടെ മുഴുവനും ഇഷ്ടമായി ചേർന്ന് കർത്താവ് വിശുദ്ധ മന്ദിരമായി വളരുന്നു. കർത്താവിന്റെ മന്ദിരം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്താവ് മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ടു, അതിന്റെ മീതെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഓരോരുത്തരും അവർക്ക് കൊടുത്ത കഴിവനുസരിച്ചാണ് അവർ പണിയുന്നത്. അവർക്ക് ദൈവം ഉദ്ദേശിച്ച, നമ്മള് എല്ലാ ശിഷ്യന്മാരും ഒരുപോലല്ല. നമ്മള് അപ്പോസ്തലനായ യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്നത്. പലരെയും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. പെട്ടെന്ന് അതിന്റെ വ്യത്യാസം ഒന്ന് കാണിച്ചാൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, അവർ 3 പേരും നമുക്കറിയാം കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്. പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു ലീഡർ ആയിരുന്നു അല്ലേ, എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന, എല്ലാത്തിനും എടുത്തു ചാടുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. പത്രോസിനെ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവ് എന്തെടുക്കുമായിരുന്നു? നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാനായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. അടുത്ത വാക്യം ബ്രദർ. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. നമ്മളിവിടെ കാണുന്നത് ആ ഗലീലിയ കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ സിമോൻ, നമ്മുടെ പത്രോസും അന്ത്രയോസും സഹോദരനും എന്തെടുക്കുക? മീൻ പിടിക്കുക. കർത്താവ് വിളിക്കുമ്പോൾ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക, ക്യാച്ചിങ് ഫിഷ്. കർത്താവ് പറഞ്ഞു അത് വിട്ടിട്ട് എന്നെ അനുഗമിക്കുക. നമ്മൾ ആ 20-ാം വാക്യത്തില് അവർ ഉടനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി, ഇംഗ്ലീഷിൽ ഇമ്മീഡിയറ്റ്ലി, ഉടനെ അവരുടെ വലയൊക്കെ വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പത്രോസിന്റെ പ്രവർത്തനം അതേപോലെ ആയിരുന്നു. അവൻ ഒരു മനുഷ്യരെ പിടിക്കുന്നവനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെന്തിക്കോസ് നാളില് പത്രോസ് പ്രസംഗിച്ചപ്പോൾ നമുക്കറിയാം 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവനൊരു മീൻ പിടുത്തക്കാരനാണ് അല്ലേ, വാസ് വെരി ആക്റ്റീവ്. മീൻ പിടിക്കുന്ന പത്രോസിനെ അവന്റെ ജീവിതത്തിൽ നമുക്കറിയാം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് എടുത്തുചാട്ടക്കാരനൊക്കെ ആയിരുന്നു. കർത്താവ് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. ഹി വാസ് എ ചേഞ്ച്ഡ് മാൻ. ഒരു മീൻപിടുത്തക്കാരൻ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിന് വേണ്ടിയിട്ട് ദൈവരാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് പത്രോസിനെ കാണുന്നു. ഹി വാസ് കോൾഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പണിയുന്ന ഒരു പിടുത്തക്കാരനായിട്ട്, ഫൗണ്ടേഷൻ ലേ ചെയ്യുന്ന ഒരു പത്രോസിനെയാണ് കാണുന്നത്. എന്നാൽ നമ്മൾ മറുഭാഗത്ത് പൗലോസിനെ എടുത്ത് നോക്കിയാലോ, പൗലോസ് എന്തെടുക്കുമായിരുന്നു? വാട്ട് വാസ് പോൾ ഡൂയിങ്? അവന് കൂടാരപ്പണിക്കാരനാണ്. ഹി വാസ് എ ടെന്റ് മേക്കർ. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഒന്നാകെ കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേറെ ചെയ്തു പോകുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അക്വിലയും പ്രിസ്കിലയുടെ കൂടെ
അവിടെ അപ്പോസ്തലൻ പൗലോസ് അവരുടെ കൂടെ പാർക്കുകയാണ്. എന്താ തൊഴില്? കൂടാരപ്പണി. ടെന്റ് മേക്കർ, ടെന്റ് ഉണ്ടാകുക. ഈസ് എ ടെന്റ് മേക്കർ. അപ്പോസ്തലൻ പൗലോസ് അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? സ്വന്തം പ്രവർത്തനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 1 Corinthians chapter 3 verse 10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയാണ്. അപ്പൊ പത്രോസിനെ കർത്താവ് വിളിച്ചത് അടിസ്ഥാനമിട്ട് ദൈവരാജ്യം പണിയുവാൻ വേണ്ടിയിട്ട്. ഇവിടെ പൗലോസിനെ വിളിച്ചത് അവൻ കൂടാരപ്പണിക്കാരനാണ്, ജ്ഞാനമുള്ള പ്രധാന ശില്പി. ദൈവസഭയുടെ അടിസ്ഥാനമിടുന്ന ഒരു വ്യക്തി, ദൈവസഭ പണിയുന്ന വ്യക്തി. അപ്പോസ്തലൻ പൗലോസ് 30ഓളം വർഷം അവിടെ എല്ലാം യാത്ര ചെയ്ത് അനേക സഭകൾ പണിയുന്ന ഒരു ജ്ഞാനമുള്ള പ്രധാന ശില്പിയായിട്ട്, ദൈവത്തിൻ്റെ സഭ പണിയുന്ന ഒരു ശിഷ്യനായിട്ട്, അപ്പോസ്തലനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വ്യത്യാസമാണ്. പത്രോസ് മീൻപിടുത്തക്കാരൻ, അവൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് കർത്താവ് ഉപയോഗിച്ചു. അപ്പോസ്തലൻ പൗലോസ് കൂടാരപ്പണിക്കാരനെ ദൈവം അനുഗ്രഹിച്ച് അവനെ ദൈവസഭയുടെ അടിസ്ഥാനം ഇടാനായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ യോഹന്നാനെ എന്താ കർത്താവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടവിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. വല നന്നാക്കുന്നവനാണ്. ഹീസ് മെൻഡിങ് ദെയർ നെറ്റ്സ്. നമ്മൾ കണ്ടു, കർത്താവ് വിളിച്ചപ്പോൾ പത്രോസും അന്ത്രയോസും എന്തെടുക്കുമായിരുന്നു? അവരെ മീൻ പിടിക്കുമായിരുന്നു, നല്ല ആക്റ്റീവായിട്ട്. ഇവിടെ ഇപ്പോൾ എന്താ? യോഹന്നാന് അപ്പൻ്റെ കൂടെ ഇരുന്ന് വല നന്നാക്കുക, മെൻഡിങ് ദ നെറ്റ്സ്. യോഹന്നാന്റെ പ്രവർത്തനവും നമ്മളെ വല്ലവരുടെയും കുടുംബങ്ങൾ ജീവിതങ്ങളെ പണിയുന്നവനായിട്ട്, അവരെ നന്നാക്കിക്കൊണ്ട് വരുന്ന ഒരു സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് കർത്താവ് ഈ യോഹന്നാനെ മാറ്റിയെടുത്തു. He was an apostle of love. He was mending people's lives. ആ കേടുവന്ന ജീവിതങ്ങളെ, വയ്യാത്ത അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന, കർത്താവിൻ്റെ കുടുംബത്തിലേക്ക്. He was in the building of the family of God. പത്രോസ് ദൈവരാജ്യം പണിതു, അപ്പോസ്തലൻ പൗലോസ്. ഇതെല്ലാം ഒന്നാണ്, നമ്മളെ കാണുന്നതിൻ്റെ വ്യത്യാസമാണ്. അപ്പോസ്തലൻ പൗലോസ് ദൈവസഭ പണിയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കുടുംബം, ദ ഫാമിലി ഓഫ് ഗോഡ്, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാണ്, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ യോഹന്നാൻ നമ്മളെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി നമ്മളെ ചേർക്കുവാൻ, നമ്മുടെ വല അവൻ നേരാക്കിയതുപോലെ ജീവിതങ്ങളെ നേരാക്കുന്ന ഒരു അപ്പോസ്തലനായിട്ടാണ് നമ്മൾ യോഹന്നാനെ കാണുന്നത്. യോഹന്നാനെ വിളിച്ചപ്പോൾ അവനെ ഹിസ്റ്ററി പറയുന്നത് നമ്മൾ ദൈവജനത്തിൽ അങ്ങനെ കാണാറില്ല. ഒരു 16 മുതൽ 18 വയസ്സേ ഉള്ളൂ. ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പമായിരുന്നു ഈ യോഹന്നാൻ. അവൻ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നോ? നമ്മളെ എങ്ങനെയായിരുന്നെന്ന് നമ്മൾ 1-2 സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മൾ യോഹന്നാനെ കുറിച്ചാണ് ഇപ്പം ചിന്തിക്കുന്നത്. യോഹന്നാൻ എങ്ങനെ മാറിയെന്നുള്ളതാണ് നമ്മളെ ചിന്തിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിൽ മോഹനായ യോഹന്നാൻ, ഇവർക്ക് എഴുമക്കൾ എന്നർത്ഥമുള്ള ബോവനർഗീസ് എന്ന് പേരിട്ടു. മതി. നമ്മളിവിടെ അവിടെ വായിക്കുന്നത് സെബദിയുടെ മക്കള് യാക്കോബും യോഹന്നാനും. അവരുടെ പേരെന്താ? ബോവനർഗീസ്, ഇടിമക്കൾ. ഇടിമക്കളാ അവര് കേട്ടോ. നമ്മൾ യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അങ്ങനെ ആയിരുന്നോ? അല്ല, ചെറുപ്പത്തില് അവനെ വിളിച്ചപ്പോൾ ഇടിമക്കൾ, ഇടി വീഴുന്ന പോലുള്ള ചുറുചുറയുള്ള ആൾക്കാരാണ്. കർത്താവ് അവരെ മാറ്റിയെടുത്തു. ഇന്നും കർത്താവ് അനേകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതം തകർന്നിരിക്കുന്നു. ദേശക്കാരെ, മദ്യപാനികളെ എല്ലാവരും മാറ്റിയെടുക്കുക. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാ.
കർത്താവ് പത്രോസിനെ മാറ്റിയെടുത്ത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കുന്നു. യോഹന്നാൻ ഇവിടെ നമ്മൾ വായിച്ചത് ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ, ഭയങ്കര ദേശക്കാരൻ, ഇടിമക്കൾ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പേരിട്ടത് ബോഅനർഗീസ്. ഇതിവിടെ നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് ഈ കർത്താവ് ഈ യോഹന്നാനെ മാറ്റിയെടുത്തു. അതാണ് കർത്താവിന്റെ കഴിവ്. നമ്മൾ മറ്റൊരു സ്ഥലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 54-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 54-ാം വാക്യം. അത് അവൻ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനെ കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിങ്ങൾ പെയ്യലെന്നും അവരെ നശിപ്പിക്കാൻ നിങ്ങൾ പറയുന്നത് നമുക്ക് സംഭവങ്ങൾ എന്ന് ചോദിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് സമറിയയിൽ ചെന്നിട്ട് കർത്താവ് വരുന്നുണ്ട്, അവിടെ ഒന്ന് ഒരുക്കാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും കൂടെ പറയാ, കർത്താവേ, നമുക്ക് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിക്കാം. അങ്ങനെയുള്ള യോഹന്നാന ഇവിടെ നമ്മുടെ ലേഖനങ്ങളിൽ വരുമ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് കർത്താവ് മാറ്റിയെടുത്തു. ഹി ഈസ് ചേഞ്ചിങ് പീപ്പിൾസ്. കർത്താവ് ഈ ജീവിതങ്ങളെ മാറ്റുന്നവനാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവരെ നമ്മൾ കാണുന്നത് പഠിപ്പില്ലാത്തവർ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ കാണിക്കുന്നത് അവർ സാധാരണക്കാർ, ഇവർ പഠിപ്പില്ലാത്തവരാണ്. എന്നാൽ അവരെ മാറ്റിയെടുത്ത് ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല ലിറ്ററേച്ചർ, നല്ല ഭാഷ, അവരുടെ ജീവിതങ്ങൾ മാറ്റിയെടുത്തു. Their lives were changed. മാറ്റം വന്നു. യോഹന്നാൻ ഇടിമക്കളായവൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി തീർന്നു. നമ്മളെ കർത്താവിനെ പിടിക്കാൻ വരുമ്പോൾ അന്ന് രാത്രിയിൽ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. എന്താ കാരണം? അവർക്ക് സംശയം ആയതാ കർത്താവെന്ന് മനസ്സിലാകുന്നില്ല. എന്താ കാരണം? ശിഷ്യന്മാരെല്ലാം കർത്താവിനെ പോലെ ആയി കാണുമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാ കർത്താവിനെ ചൂണ്ടിക്കാണിക്കാൻ യൂദാസ് വേണം? എന്താ കാരണം? ഏതാ കർത്താവെന്ന് മനസ്സിലാകാൻ ശിഷ്യന്മാർ അവരുടെ ജീവിതം മാറ്റി 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 കർത്താവിനെ പോലെ ആയി കാണും. അതുകൊണ്ടായിരിക്കും യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുക്കേണ്ടി വന്നതെന്ന് അതൊരു ചിന്തയാണ് കേട്ടോ. ആയിരിക്കാം they were changed. കർത്താവ് ശിഷ്യന്മാരെ കൊണ്ട് അവരുടെ ജീവിതം മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഇടിമക്കളായ ബോനർഗിസായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ അവൻ പ്രായം ചെന്ന് AD 90-95 ഈ ലേഖനം എഴുതുന്നത്. സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് അവൻ ആ എഫെസോസും മറ്റുള്ള സഭകളിലെ മൂപ്പനായിട്ട് ഇരിക്കുമ്പോൾ ഈ ലേഖനം എഴുതുന്നു. അവന്റെ ജീവിതം മാറി. അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് ഈ ലേഖനം എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ 2-3 പല സ്ഥലങ്ങളിൽ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരു വാക്യം എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 2-11 വാക്യം. 1 യോഹന്നാൻ 2-11 വാക്യം. സഹോദരനെ ഭവിക്കുന്നവനും ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും 12-ാം വാക്യം. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത്. നമ്മൾ താഴോട്ട് വീണ്ടും 14-ാം വാക്യത്തിലും കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ എന്ന് ഈ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 1 യോഹന്നാൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു യഥാർത്ഥമായിട്ട് റിയൽ ക്രിസ്ത്യാനിറ്റി, ഒരു വ്യക്തി ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ഒരു സത്യമായിട്ട് ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 1 യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവിടെ 3 കാര്യങ്ങളാണ് എടുത്ത് നമ്മൾ കാണുന്നത്. ഒന്ന്, there is a relationship, ഒരു ദൈവത്തോടുള്ള ഒരു ബന്ധം. നമ്മൾ 1 മുതൽ വാക്യങ്ങളിലെ 3 കാര്യങ്ങൾ നമ്മളവിടെ അല്പസമയം കൊണ്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 1 is relationship. നമുക്ക് ദൈവത്തോട് ഒരു ബന്ധം വേണം. വി ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മനുഷ്യനും ദൈവം തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവ് ഇറങ്ങി വന്നത് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിപരമായിട്ടൊരു ബന്ധം വേണം. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത് ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഫെലോഷിപ്പ്, അവിടെ ഫെലോഷിപ്പ് 2 രീതിയിൽ അത് കാണുന്നുണ്ട്. ഒന്ന്, ദൈവത്തോടും അവൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനോടും കൂട്ടായ്മയുണ്ട്, നമ്മളോടും കൂട്ടായ്മയുണ്ട്, മുകളിലോട്ടും ലോകത്തിലുള്ള സഹോദരന്മാരോടും കൂട്ടായ്മയുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്
സന്തോഷം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ യോഹന്നാനെ കുറിച്ച് ചിന്തിച്ചല്ലോ. ഈ ലേഖനം എന്തിനാണ് എഴുതുന്നതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം വാക്യത്തിൽ അത് വായിച്ചു. നമ്മൾ അതോടെ ഒന്നുകൂടെ വായിക്കാം. 1 യോഹന്നാൻ 1:4 വാക്യം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ എടുത്ത് പറയാണ്, ഈ ലേഖനം ഞാൻ എന്തിനാ എഴുതുന്നത്? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. നമ്മുടെ സന്തോഷം പൂർണ്ണമാണോ? ഈസ് അവർ ജോയ് കംപ്ലീറ്റ്? പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെ പലരും ഉണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 1990 ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവ് ജൂൺ മാസം ആയിരുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടത്. എത്ര സന്തോഷം! കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ പാപിയായിരുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്ന സന്തോഷം. ആ സന്തോഷം എല്ലാ സമയത്തും നമ്മൾ അനുഭവിക്കാറുണ്ടോ? പലപ്പോഴും വിഷമങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങൾ വരാറുണ്ട്, നിരാശ വരാറുണ്ട്, പലപ്പോഴും പാപത്തിൽ പെടാറുണ്ട്, പലപ്പോഴും നമ്മുടെ സന്തോഷം കുറയാറുണ്ട്. എന്തേന്ന് കുറയാറുണ്ട്? എനിക്കറിയത്തില്ല നിങ്ങളുടെ കാര്യം. സന്തോഷം, നമ്മുടെ സന്തോഷം പൂർണ്ണമായിരിക്കണം. അവർ ജോയ് ഷുഡ് ബി കംപ്ലീറ്റ്, പൂർണ്ണമായിരിക്കണം. യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണമാണ് നമ്മളിവിടെ വായിച്ചത്. ദാറ്റ് യുവർ ജോയ് ഈസ് കംപ്ലീറ്റ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണം. നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷം കർത്താവ് നമ്മളിവിടെ ലോകത്തിലാക്കി വെച്ചേക്കുക. എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഓരോ ദിവസവും കരഞ്ഞും കൂവിയും ബുദ്ധിമുട്ടി ജീവിക്കാനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലെന്നാണോ? ഒരിക്കലുമല്ല. ലോകത്തിൽ നമ്മുടെ പോരാട്ടമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. രാവിലെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. നല്ല പോർ പൊരുതിയിട്ട് ഇറ്റ്സ് എ ഫൈറ്റ്, ഹീസ് ഫൈറ്റിംഗ്. ലോകത്തിൽ നമ്മൾ യുദ്ധമുണ്ട്, എന്നാൽ അതിൽ കൂടെ ദൈവം തരുന്ന സന്തോഷം, അതിൽ കൂടെ ദൈവം തരുന്ന സമാധാനം. പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ശാരീരികമായ പ്രശ്നമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അതിനാണ് ഈ ലേഖനം എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 1 യോഹന്നാൻ 2:1 വാക്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, ആ സ്നേഹം കണ്ടോ? അപ്പോസ്തലൻ യോഹന്നാൻ സ്നേഹത്തോടെ എഴുതുക, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെടാത്തവരും നമ്മളെ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എന്നാലും നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അനേക പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരാറുണ്ട്, നമ്മുടെ കുറവുകൾ വരാറുണ്ട്, തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്, അറിഞ്ഞും അറിയാതെയും അനേക പാപങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കണം. നമുക്ക് ഒരു വഴിയുണ്ട്. ഈ ലേഖനം എഴുതുന്നതിൻ്റെ 2-ാമത്തെ കാരണമാണ് ചിന്തിച്ചത്. 1, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണം. എല്ലാ സമയത്തും ലോകത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ 2-ാമത്തെ കാരണമാണ് നമ്മൾ ചിന്തിച്ചത്, നിങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ. നമ്മളെല്ലാ സമയത്തും നമ്മൾ ശ്രമിക്കേണ്ടത് പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ തന്നെ കാത്തുകൊള്ളണം. ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശോധിച്ച് എന്തേലും പാപം വന്നാൽ നമ്മുടെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അതാണ് 2-ാമത്തെ കാര്യം അവിടെ കാണുന്നത്. 3-ാമത്തെ കാര്യം നമ്മളവിടെ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. 1 യോഹന്നാൻ 2:26 വാക്യം. ഞാനിത് എഴുതുന്നത് എന്തിനാ? നിങ്ങളെ തെറ്റിപ്പോകരുത്. ഇന്നും അനേകർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തെറ്റിപ്പോവാൻ സഭകളിൽ, അന്ന് എഫെസോസ് സഭയിൽ തന്നെ പല കാര്യങ്ങൾ തെറ്റിക്കുന്നതുണ്ട്. ഗ്നോസ്റ്റിസം, ഇത് ജഡമാണ്, ഇത് ആത്മാവാണ്, രണ്ടും വേറെ വേറെയാണ് എന്നുള്ള പല അനേക ചിന്തകൾ, പുതിയ ചിന്തകളൊക്കെ കയറി വരും. നമ്മളെ തെറ്റിക്കാനുള്ള പല വഴികളുണ്ട്. സാത്താൻ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെ ആരും
തെറ്റിക്കരുത്. ഡി നോട്ട് ബി ഡിസീവ്ഡ്. ഈ യോഹന്നാന്റെ ലേഖനം നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോൾ ഈ 4 വാക്യങ്ങളല്ലേ പഠിപ്പിക്കുന്നുള്ളൂ, അതിനല്ലേ ചിന്തിക്കുന്നുള്ളൂ. അത് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ആരും തെറ്റിച്ച് കളയാതിരിക്കാൻ അവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആത്മാവനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ആർക്കും തെറ്റിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് വാട്സാപ്പിലും മറ്റേ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ അനേക പുതിയ കാര്യങ്ങളാണ് വരുന്നത്. പുതിയ ചിന്തകൾ, പുതിയ രീതികൾ. അല്ല, പഴയതിൽ തന്നെ നമ്മളിത് പുതിയതാണോ എന്ന് പരിശോധിച്ച് നോക്കണം. തെറ്റിപ്പോകാതെ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. അവിടെ അതാണ് യോഹന്നാൻ പറയുന്നത്. നമുക്ക് 4ാമത്തെ കാര്യം, ഈ ലേഖനം എന്തിനാ എഴുതുന്നതെന്ന് 5ാമത്തെ അധ്യായത്തിന്റെ 13ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 5:13 വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. ഞാനിത് എഴുതുന്നത് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുവാ? ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ ദൈവപുത്രൻ എന്നിലുണ്ട്. ഐ ആം അക്സെപ്റ്റിംഗ് ദ ലോർഡ് ജീസസ്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവുണ്ട്. അങ്ങനെ ഉള്ളവർ ഇത് അറിഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെട്ടത് മാത്രം പോരാ, ഇത് നമുക്ക് ഉറപ്പായിട്ട് വി ഷുഡ് ഹാവ് ദി അഷ്വറൻസ്. ഈ രക്ഷ എനിക്ക് നിത്യജീവനുണ്ടെന്ന് ഓരോ ദിവസവും അത് മനസ്സിലാക്കി ഉറപ്പിച്ചു വേണം നമ്മൾ ജീവിക്കാൻ. ദി അഷ്വറൻസ് ദാറ്റ് ഈസ് ദർ. ഇപ്പം നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു. ഈ 1 യോഹന്നാൻ ഇത് എഴുതുന്നത്, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. ഈ ലേഖനം ഞാൻ എഴുതുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കും. എല്ലാ സമയത്തും നമ്മൾ ദുഃഖിച്ച് കഷ്ടതയിൽ കൂടെ കടന്നാലും നമ്മുടെ സന്തോഷം ആകണം. രണ്ടാമത്തേത് നമ്മൾ വായിച്ചത്, നിങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിച്ച് പാപത്തിൽ വീഴാതെ, മുറുകെ പറ്റുന്ന പാപം, എളുപ്പം വരുന്ന പാപം, അതിൽ നിന്ന് നമ്മെ തന്നെ ഓരോ ദിവസം പരിശോധിച്ച് നമ്മൾ പാപത്തിൽ വീണു പോകാതെ, വീണാൽ അതിനൊരു വഴി നമുക്ക് ഉണ്ടല്ലോ. നമ്മുടെ കർത്താവിനോട് നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഓരോ ദിവസം നിരപ്പ് പ്രാപിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. 3ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് എന്താ? നിങ്ങളെ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം. ഈ ലേഖനം എഴുതുന്നതിന്റെ കാരണം നമ്മൾ തെറ്റിപ്പോകരുത്. നമ്മളെ തെറ്റിക്കാനുള്ള അനേക തന്ത്രങ്ങൾ ഈ ലോകത്തിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. 4ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, ഞാൻ ഈ ലേഖനം എഴുതുന്നത് നിങ്ങൾ നിത്യജീവൻ ഉണ്ടെന്ന് അറിയണം. നിത്യജീവൻ ഉണ്ടായിട്ട് പോരാ, ഓരോ ദിവസവും ഇത് നമ്മൾ ഇവിടുത്തോരല്ല, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അത് ഉണ്ടെന്ന് ഓരോ ദിവസവും മനസ്സിലാക്കി ഉറപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കണം. അതാണ് ഇവിടെ കാരണങ്ങൾ പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം, നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം യോഹന്നാനാണല്ലോ എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം 20ാം അധ്യായത്തിന്റെ 31ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20ാം അധ്യായത്തിന്റെ 31ാം വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടെന്നും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം എഴുതാൻ കാരണം വേറെയാ. ഇവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ ഇത് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്തുവാ? രക്ഷിക്കപ്പെടണം. ദാറ്റ് യു ഷുഡ് ബി സേവ്ഡ്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയേക്കുന്നത്, ബട്ട് ദീസ് ആർ റിട്ടൻ so that you may believe that Jesus is the Christ. യേശു ക്രിസ്തുവാണ്, അവൻ മസിയ ആണ്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ലോകത്തിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു, അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ എന്തുണ്ട്? നിങ്ങൾക്ക് ബിലീവിങ് യു മേ ഹാവ് ലൈഫിന് നിത്യജീവനുണ്ട്. യു വിൽ ഹാവ് ലൈഫ്. അതാണ് സുവിശേഷം എഴുതാനുള്ള കാരണം. അന്ന്
അവിടെ യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് യോഹന്നാൻ എന്തിനാണ്, യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അവൻ അങ്ങനെ അല്ലായിരുന്നു. അവൻ ഇടിമക്കളായിരുന്ന യോഹന്നാനെ ദൈവം മാറ്റിയെടുത്തു. ഇന്ന് ഈ ലേഖനം എഴുതുമ്പോൾ അവൻ നമ്മൾ വായിക്കുകയുണ്ടായി, he was mending nets, വല അവൻ റിപ്പയർ ചെയ്യുന്നവനായിട്ട്, നന്നാക്കുന്നവനായിട്ട്, ഇന്ന് ജീവിതങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ 1 യോഹന്നാൻ 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 1-ന്റെ 1-ാം വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് മതി. That which was from the beginning, ആദ്യം മുതലുള്ളത്. That which was from the beginning, ആദ്യം മുതലുള്ളത്. ഇതെവിടാ നമ്മൾ വേറെ ദൈവവചനത്തിൽ വായിക്കുന്നത്? ആദ്യം മുതലുള്ളത് ഉൽപ്പത്തി 1:1 അല്ലേ? ഉൽപ്പത്തി 1:1 ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതൊരു ആദിയാ അല്ലേ? സൃഷ്ടിയുടെ ആദി, ദി മെറ്റീരിയൽ തിങ്സ്, വസ്തുവിന്റെ ആരംഭം. അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉൽപ്പത്തി തുടങ്ങുന്നത് ദാറ്റ് ഈസ് ദി ബിഗിനിങ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഇൻ ദ ബിഗിനിങ്. യോഹന്നാന്റെ സുവിശേഷം അവിടെ ഒരു ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതോടെ ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണ്, എന്നാലും ഒന്ന് എടുത്ത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന യേശുക്രിസ്തു അവൻ ആദിയിലുണ്ടായിരുന്നു. ഈ സൃഷ്ടിക്ക് മുമ്പോട്ടെ നമ്മൾ മനുഷ്യരാ, നമ്മളെ ഫൈനൈറ്റ് പീപ്പിൾ, നിമിത്തമാണ്. ഏറിയാൽ 80 അല്ലെ, 70 അല്ലെങ്കിൽ 80 തീർന്നു. ഇവിടെ പറയുന്ന ആദി എന്ന് പറയുന്നത് സൃഷ്ടിക്ക് പുറമോട്ട് നിത്യം, ഇറ്റേർണിറ്റി. ആദിയിൽ വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹി വാസ് ഇൻ ദി ഇൻഫൈനിറ്റി, നിത്യമായ ദൈവം. 10,000 വർഷം, 20,000, നമ്മളിങ്ങനെ കൂടി എത്ര പുറമോട്ട് പോയാലും അവിടെ ഇറ്റേർണിറ്റി, നിത്യം, അവിടെ മുതലുള്ളതാണ് നമ്മുടെ കർത്താവ്. ഈ വചനം, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജഡമെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹി വാസ് വിത്ത് ഗോഡ്. ആ വചനം ദാറ്റ് ഈസ് ഇൻഫൈനിറ്റി, ഇറ്റേർണൽ ഗോഡ്. അതാണ് അവിടുത്തെ ആദി. നമ്മളിവിടെ 1 യോഹന്നാൻ 1-ൽ വായിച്ചത് ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. വി ഹേർഡ്, വി ഹാവ് സീൻ അല്ലേ? നമ്മളെ ഈ ലേഖനത്തിൽ തന്നെ അനേക ആദികൾ കാണുന്നുണ്ട്. നമ്മളെ ഇൻ ദ ബിഗിനിങ്സ് വി സീ മെനി ബിഗിനിങ്സ്. അതൊന്ന് ചില ബിഗിനിങ്സ് ഞാൻ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 7-ാം വാക്യം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദി മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദി മുതലുള്ള കൽപ്പന, ദി ഓൾഡ് കമാൻഡ്മെന്റ്. ഇവിടുത്തെ ആദി എന്താ? നമ്മൾ കർത്താവിനെ അറിയുന്നത് മുതൽ അത് പല ഈ ബിഗിനിങ്സിന് പല ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത ബിഗിനിങ് നമുക്കത് വായിക്കാം. 14-ാം വാക്യം. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ ആദി മുതലുള്ളതിനെ അറിയുന്നുണ്ടല്ലോ. അവിടെ മറ്റൊരു ബിഗിനിങ് നമ്മൾ കാണുന്നു. 24-ാം വാക്യം. നിങ്ങൾ ആദി മുതൽ കേട്ടതും നിങ്ങളിൽ വസിക്കുന്നതും, അവിടെ നമ്മൾ കേട്ടത് ആദ്യം മുതൽ കേട്ടത്. നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ ആദ്യം മുതൽ നമ്മൾ എങ്ങനെയാണ് കേട്ടത്? കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണ്? ബിഗിനിങ് കോണ്ടംപററി, അത് മാറിക്കൊണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മളൊരു ആദി കാണുന്നുണ്ട്, ബിഗിനിങ്. 1 യോഹന്നാൻ 3-ന്റെ 8-ാം വാക്യം. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നു. അവിടെ ഒരു ആദി നമ്മൾ കാണുന്നുണ്ട്, ബിഗിനിങ്. നമുക്ക് 11-ാം വാക്യം. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ. ആദ്യം മുതൽ നമ്മൾ കേട്ട ദൂത്. അപ്പോൾ ഇവിടെ വരുന്ന പല മീനിങ്സ് ഈ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തിയിൽ കണ്ട ബിഗിനിങ് അത് സൃഷ്ടിയുടെ ആരംഭം.
യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ട ബിഗിനിങ് അത് നിത്യമായ നമ്മുടെ കർത്താവിൻ്റെ ആ നിത്യതയെ കാണിക്കുന്നു. ഇവിടെ കോണ്ടംപററി ആയിട്ട് പല ബിഗിനിങ്സ് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ പറയുന്നത് നമ്മളെ കേട്ടതും നമ്മളെ കണ്ടതും തൊട്ടതും ആയ ആ ആദി, ആ യോഹന്നാൻ കർത്താവിനെ അറിയുന്ന ആ ബിഗിനിങ് ആയിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവന് ഒരു വ്യക്തിത്വമായിരുന്നു. ഹീസ് എ പേഴ്സൺ. ലോകത്തിൽ അനേക അഡ്വൈസ് ഉണ്ട്, അനേക ഡോക്ട്രിൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഹീസ് എ പേഴ്സൺ. നമുക്ക് ഹിസ്റ്ററിയിലുള്ള ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ പറയാണ്, ഞാൻ അവനെ കണ്ടു, കേട്ടു, തൊട്ടു, അനുഭവിച്ചു. ആ ജീവനുള്ള വചനത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. യോഹന്നാൻ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നു. ഇവിടെ നമുക്ക് വേണ്ടി ഈ ലേഖനം എഴുതി ആ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കെട്ടുകഥയല്ല, ഇതൊരു ഹിസ്റ്ററി മാത്രമല്ല, ഇതൊരു കഥയല്ല. ഞാൻ ഈ വ്യക്തിയെ കണ്ടതാണ്. ഞാൻ ഈ ദൈവത്തിന്റെ പുത്രനെ അവനെ കണ്ടു, അവനെ കേട്ടു, അവനെ അനുഭവിച്ചു, അവന്റെ കൂടെ നടന്നു, അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചു, അവന്റെ കൂടെ ഉറങ്ങി. എല്ലാം ഈ യോഹന്നാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഞാൻ എഴുതി തരുന്നു. ഐ എം ടെസ്റ്റിഫൈങ്, ഞാൻ സാക്ഷ്യം പറയുന്നു ഈ വ്യക്തി ഇത് ദൈവത്തിന്റെ പുത്രനാണെന്ന്. അവനിൽ ജീവനുണ്ട്, നിത്യജീവനുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നതെന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് ഈ യോഹന്നാൻ ഈ യേശുവിനോടൊരു ബന്ധമുണ്ടായിരുന്നു അല്ലേ? അതാണ് ഈ 1-2 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹി ഹാഡ് എ പേഴ്സണൽ റിലേഷൻ. നമ്മൾ അനേക കഥകൾ വായിക്കാറുണ്ട്, നമ്മുടെ ചിന്തയിൽ അനേക കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഇതൊരു ജീവനുള്ള വ്യക്തിത്വമാണ്. ഹീസ് എ പേഴ്സൺ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കഥയല്ല. അവനെ തൊട്ടു, അവനെ അനുഭവിച്ചു, അവന്റെ കൂടെ ജീവിച്ച യോഹന്നാൻ പറയാണ്, വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹിം. ഐ ഹാവ് എ റിലേഷൻ വിത്ത് ഹിം. എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോടൊരു ബന്ധമുണ്ട്, ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ട് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. 1 യോഹന്നാൻ 5:12 വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:12 വാക്യം. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. Whoever has the Son has life. Whoever does not have the Son of God does not have life. പുത്രനുള്ളവന് ജീവനുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ജീവനുള്ളവനായിരുന്നു. ജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് പുത്രനുണ്ടോ നമുക്ക് ജീവനുണ്ട്, പുത്രനില്ലെങ്കിൽ ജീവനില്ല. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാന് അവിടെ പറയുന്നത്, ഈ ജീവനെ നമ്മളെ കണ്ടു, കേട്ടു, തൊട്ടു, അനുഭവിച്ചു. എനിക്ക് ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ട് ഈ കർത്താവുമായിട്ട്. ഇന്ന് നമുക്കും ഈ കർത്താവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ വേണം, ഒരു ബന്ധം ഉണ്ടാകണം. ദൈവം മനുഷ്യനും തമ്മിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ബന്ധമില്ലാത്ത ഒരവസ്ഥയായി. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധവുമില്ല. മനുഷ്യൻ ഏകാന്തനായിട്ട്. നമ്മൾ ഇന്ന് അനേകരെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് അനേകം സൂയിസൈഡ് ചെയ്തതായിട്ട് ഇന്നും പത്രത്തിലുണ്ടായിരുന്നു. എന്താണ് കാരണം? ലോൺലിനെസ്, ഏകാന്തമായിട്ട്, ആരുമില്ല, എന്നെ മനസ്സിലാക്കുന്നവരാരുമില്ല, എനിക്കാരുമില്ല. അത് വരാൻ കാരണം എന്താണ്? ഒരു ബന്ധമില്ല, ഈ ദൈവത്തോട് ഒരു ബന്ധമില്ല. ഇവിടെ ഇഫ് യു ഹാവ് എ റിലേഷൻ വിത്ത് ഗോഡ്, എന്നെ സൃഷ്ടിതാവായ ദൈവം, അവൻ എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നിലൊരു ദൈവത്തിനൊരു സ്ഥാനമുണ്ട്. ആ ദൈവത്തോട് എനിക്കൊരു ബന്ധം വേണം, ഒരു വ്യക്തിപരമായിട്ടൊരു ബന്ധം വേണം, എ റിലേഷൻ. അതിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, ആ പിതാവും ദൈവവും തമ്മിലുള്ള എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. നമ്മൾ സങ്കീർത്തനം 68:6 വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 68:6 വാക്യം. ദൈവം ഏകാഗ്നികളെ കുടുംബത്തിൽ സുഖമാറാക്കുന്നു, അവൻ ദരിദ്രന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. നമ്മുടെ ആ മുകളിലത്തെ ഭാഗം കൂടെ ബ്രദർ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്കും പിതാവും വിധവമാർക്കും ന്യായപാലനാകുന്നു. അനാഥന്മാർക്കും വിധവമാർക്കും ന്യായപാലനാകുന്നു.
ന്യായപാലനാകുന്നു. ഏകാകികളെ കുടുംബത്തിലാക്കുന്നു. ഇത് സാധാരണ എവിടെ നമ്മൾ വായിക്കുന്നത്? കല്യാണക്കുറിയില്ല. ഏകാകികളെ കുടുംബത്തിലാക്കുന്നു. ശരിയാണ്, തെറ്റില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ അർത്ഥം മുകളിൽ നമ്മൾ വായിക്കുന്നത് അനാഥർക്കും വിധവമാർക്കും അവരെയും ദൈവം കാക്കുന്നു. അതിനുശേഷം പറയുന്നത് എല്ലാവരെയും ഒരു കുടുംബത്തിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏത് കുടുംബം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ കുടുംബം, ദ ഫാമിലി ഓഫ് ഗോഡ്. യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ കർത്താവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും, നിങ്ങൾ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരും. ഒന്ന് യോഹന്നാൻ 3:1 നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:1. ഓ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന് വിളിക്കപ്പെടുവാൻ. എത്ര വലിയ പദവിയാണ്! ഒന്ന് ആലോചിച്ച് നോക്കിയേ. റൈസൻ, നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്. നീ ആരുടെ മോനാന്ന് ചോദിച്ചാൽ എന്താ പറയാ? എൻ്റെ മോനോട് ചോദിച്ചാൽ പറയാം എൻ്റെ മകനാണെന്നല്ലേ, ഡോക്ടർ റൈസന്റെ മോനാന്ന് പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ KC ചാക്കോയുടെ മകനാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് കാൺമീൻ, ഓ ആ പിതാവിന്റെ സ്നേഹം. അതെന്താണ്? നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. വി ആർ സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ ഞാൻ ഏത് കുടുംബത്തിന്റെ അംഗമായി തീർന്നു? ദൈവത്തിന്റെ കുടുംബം. പിതാവായ ദൈവം, പുത്രൻ, ആ കുടുംബത്തിന്റെ അംഗമായി നമ്മൾ തീരുന്നു. അതെന്താ കാരണം? ഓ പിതാവിന്റെ സ്നേഹം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ എന്നെ അവൻ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ഒരു ബന്ധം സ്ഥാപിച്ചു, റിലേഷൻ. ഞാൻ പറഞ്ഞു 1 മുതൽ 4 യോഹന്നാൻ ഈ ബന്ധത്തിൽ വന്നു. അവൻ ദൈവത്തിന്റെ മകനാണ്. ഈസ് എ സൺ ഓഫ് ഗോഡ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നു. ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഫാമിലി ഓഫ് ഗോഡ്. ഒരു അപ്പന്റെ മക്കള്. ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആദ്യമായിട്ട് ചോദിക്കും, നീ ആരുടെ മകനാണ്? ഞാൻ സാത്താന്റെ അല്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്. എത്ര വലിയ പദവിയാണ്! നിത്യജീവൻ, നമ്മുടെ ജീവൻ പ്രാപിക്കുന്നു. പുത്രനില്ലാത്തവന് ജീവനില്ല. വളരെ കഷ്ടമുള്ള ജീവനാ കേട്ടോ. പുറമെ നമുക്ക് അവരുടെ കഷ്ടതയൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇല്ലാത്ത ജീവിതം വളരെ ദുഃഖമായിട്ട് നമ്മള് നരകത്തിലേക്ക് അല്ല കഷ്ടതയിലേക്ക്, നിത്യത മരണത്തിലേക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളാവുമ്പോൾ, നമ്മുടെ ദൈവമക്കളാവുമ്പോൾ നിത്യജീവനിലേക്ക്, സന്തോഷത്തിലേക്കുള്ള വഴിയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. എന്നാൽ എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് എൻ്റെ ഒരു ഫാമിലി ഉണ്ടെന്നുള്ള ആ പേഴ്സണൽ ബന്ധത്തിലേക്ക് ഞാൻ വരുമ്പോൾ ആ ദൈവത്തിന് എത്ര മഹത്വം നമ്മൾ കൊടുക്കുന്നു. കാൺമീൻ, ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം. ഓ ദ ലവ് ഓഫ് ഗോഡ്. എന്നെ ദൈവത്തോട് ബന്ധപ്പെടുത്തുവാൻ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് എനിക്ക് ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ കർത്താവ് ലോകത്തിലേക്ക് വന്നു. ആ കർത്താവിനെ കുറിച്ചാണ് ഈ യോഹന്നാൻ പറയുന്നത്. ഞാൻ അവനെ കണ്ടു, അവനെ കേട്ടു, ഞാൻ അവനെ അനുഭവിച്ചു, അവന്റെ കൂടെ ഞാൻ ജീവിച്ചു. അവൻ ഈ ലോകത്തിലേക്ക് ഈ ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് വന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. യോഹന്നാൻ പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:23. യോഹന്നാന്റെ സുവിശേഷം 13. ഓ ഈ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ യേശു ശിഷ്യന്മാരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാൻ അവന്റെ മാർവോടെ ചേർത്തിരിക്കുന്നു. ഞാനൊരു ഡോക്ടറാണല്ലോ. സ്റ്റെത്ത് വെച്ച് എല്ലാം വരുമ്പോൾ എല്ലാവരുടെയും ഹാർട്ട് ചങ്കെടുപ്പൊന്ന് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. എല്ലാവരുടെയും ഹാർട്ട് ഇടുന്നു. അതിൻ്റെ ആ കേൾക്കുമ്പം തന്നെ നമുക്കറിയാം പല കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കിടുപ്പ് കേട്ടവനാണ് ഈ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. ഞാൻ ഇനി കർത്താവിനെ കണ്ടു. ഈ ചങ്കിടിപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ല, അവന്റെ ഹൃദയത്തിൽ വന്നു കാണും. ഈ ചങ്കിടുപ്പ് ആ കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ ആ ചങ്കിടുപ്പ് നമുക്ക് വേണ്ടി നിന്നു. He laid down his life for us. എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, നമുക്ക് ജീവൻ തരുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവനെ
ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് ഒരു ജീവൻ നൽകുവാൻ വേണ്ടിയിട്ട്, നമുക്ക് പിതാവിനോടൊരു ബന്ധം നടത്തുവാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പ്, പിതാവും പുത്രനുമായിട്ട് നമുക്ക് ദൈവത്തിന്റെ മക്കളാക്കുവാൻ വേണ്ടിയിട്ട് ഈ പുത്രൻ സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് റിലേഷൻഷിപ്പ്. നമ്മൾ ആ രണ്ടാമത്തെ വാക്യം 1 യോഹന്നാൻ 1:2 ദ ലൈഫ് വാസ് മെയ്ഡ് മാനിഫെസ്റ്റ്. നമുക്ക് ആ രണ്ടാം വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങൾ കൈതൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിത്യജീവനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാനിതെല്ലാം അനുഭവിച്ച് സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുകയാണ്. 2 പ്രാവശ്യം അവിടെ മാനിഫെസ്റ്റ് അല്ലെ, പ്രത്യക്ഷമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നു. ദൈവമായവൻ ജഡമെടുത്ത് സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആ പിതാവായ ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷനായി. ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ജഡത്തിൽ അവൻ ഇറങ്ങി വന്നു. നിത്യമായ ദൈവം, സീമയില്ലാത്ത ദൈവം ഒരു കുഞ്ഞിനെ പോലെ ജനിച്ചു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചു. എന്തിനായിരുന്നു കാരണം? ടു മാനിഫെസ്റ്റ് ഗോഡ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ വന്നു. വെളിപ്പെടുത്തിയത് മാത്രമല്ല, ഒരു മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ കർത്താവിനെ ശിഷ്യന്മാർ കാണുമ്പോൾ ഈ പുത്രനും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധം അവരനുഭവിക്കാൻ സാധിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഹി വാസ് മാനിഫെസ്റ്റിംഗ്. അതാണ് പ്രത്യക്ഷമാക്കിയത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-10 ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:10. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാകുന്നു. മുമ്പോട്ട് അതോടെ നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സത്യമായിട്ടല്ല സംസാരിക്കുന്നത്. മതി ബ്രദർ. ഓക്കെ. ഡു യു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഇസ് ഇൻ മീ? അവിടെ ദ ഫാദർ ഹു ഡ്വെൽസ് ഇൻ മീ, എന്നിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിക്കുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവ് വസിക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിലൊരു റിലേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ബന്ധം. എന്നിൽ ആര് വസിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൽ ആരാ വസിച്ചത്? പിതാവ് വസിച്ചു. പിതാവ് പറയുന്നത് ചെയ്തു. പിതാവിൻ്റെ വാക്കുകൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തോട് ബന്ധത്തിൽ വരുമ്പോൾ നമ്മളിൽ ആരാ വസിക്കേണ്ടത്? കർത്താവ് വസിക്കുന്നു. ഹി ഡ്വെൽസ് ഇൻ അസ്. നമ്മൾ ഈ ലോകത്തിൽ ഈ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നുള്ള തെളിവാണ് കർത്താവ് കാണിച്ചത്. പൂർണ്ണമായിട്ട് ദൈവത്തെ ആശ്രയിച്ച് ഹി ട്രസ്റ്റഡ് ഇൻ ദ ലോർഡ്. കർത്താവ് ക്രൂശിൽ അവിടെ കിടക്കുമ്പോൾ ആ ജനങ്ങൾ എന്താ പറഞ്ഞേ? അവൻ കർത്താവിൽ ആശ്രയിച്ചു. അവർക്കും അറിയാം കാര്യം എന്താ. അവൻ കർത്താവിൽ, അവന്റെ ശത്രുക്കളായി പറയുന്നത് ഹി ട്രസ്റ്റഡ് ഇൻ ഗോഡ്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഈ സത്യം മറ്റുള്ളവർക്ക് മനസ്സിലായി. ഹി ട്രസ്റ്റഡ് ഇൻ ഗോഡ്. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഓരോ വാക്ക് പറയുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം, ദൈവം അവനിൽ വസിക്കുന്നു, പിതാവായ ദൈവം. അതാണ് അവൻ വെളിപ്പെടുത്തിയത്, പ്രത്യക്ഷമാക്കിയത്. നമ്മളെക്കുറിച്ച് യോഹന്നാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കർത്താവുമായിട്ട്, ദൈവമായിട്ട് ഒരു ബന്ധം വേണം. അത് ഓരോ ദിവസവും ആ കർത്താവ് നമ്മളിൽ ഉള്ളെന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. ദ ലൈഫ് ഓഫ് ജീസസ് ഷുഡ് ബി ഇൻ മീ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്നിൽ ഈ ലോകത്തിൽ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പ്, കർത്താവുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ആർക്കേലും ഒരു വ്യക്തിപരമായിട്ട് കർത്താവിനോട് ബന്ധമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമല്ലെങ്കിൽ, ഇന്ന് തന്നെ നമുക്ക് വെറും എളുപ്പമാണ്. കർത്താവ് ചെയ്യേണ്ട പ്രവൃത്തി എല്ലാം ചെയ്തു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാവും, ദൈവത്തിൻ്റെ മക്കളായി തീരും. രണ്ടാമത്തെ കാര്യം, ഈ റിലേഷൻ വന്നതിന് ശേഷം നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. മുമ്പ് കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാകുന്നു. യോഹന്നാൻ പറയാ, എന്റെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനോടും കൂടെയാകുന്നു. കൂട്ടായ്മ, ഫെലോഷിപ്പ്.
ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഫെലോഷിപ്പ്, ഒരു ഷിപ്പിൽ രണ്ടുപേര് യാത്ര ചെയ്യാം. ഷിപ്പ് മുങ്ങിയാൽ എന്ത് പറ്റും? രണ്ടുപേരും മുങ്ങും. അക്കരെ എത്തിയാൽ രണ്ടുപേരും എത്തും. ദാറ്റ് ഈസ് ഫെലോഷിപ്പ്. ഷെയറിങ് തിങ്സ് ഇൻ കോമൺ. ഷെയറിങ് തിങ്സ്, ദൈവവും എനിക്കും ഒരു കൂട്ടായ്മ. ഫെലോഷിപ്പ്, ഹാവിങ് തിങ്സ് ഇൻ കോമൺ. ദൈവത്തിൻ്റെ ചിന്ത എനിക്ക് വരുന്നു. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കുന്നു. വി ആർ ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്. നമുക്ക് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ, എനിക്കറിയാം മെഡിക്കൽ കോളേജിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പോകുമ്പം ഈ കോമൺ റൂമിൽ താമസിക്കണം. 30 പേര് ഒരു മുറിയിലായിരുന്നു. അധികം വേണ്ട, ഒരു മാസം മുറിയൊക്കെ കിട്ടി വരുന്നിടം വരെ സർക്കാർ ആശുപത്രിയല്ലേ. 30 പേര് ഒരു മുറിയിൽ. ഒരു ബാത്റൂമിൽ പോകണം, ഒരു തോർത്ത്, എൻ്റെ തോർത്ത് അവൻ കൊണ്ടുപോയി, അവൻ കൊണ്ടുപോയി, സോക്സ് കാണുന്നില്ല, എല്ലാം ഒന്നാണ്. അത് തിങ്സ് ആർ കോമൺ. അപ്പോൾ ദാറ്റ് ഈസ് എന്തോ അത് ഫെലോഷിപ്പാണ്. ഫെലോഷിപ്പ്. ഒരു കട്ടിലേൽ കിടക്കുന്നു. ദാറ്റ് ഈസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇറ്റ് ഈസ് ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് പങ്കാളിത്വം, പാർട്ട്ണർഷിപ്പ്. സെക്കൻഡ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമുക്ക് കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ കർത്താവിനോട് നമുക്ക് പങ്കാളിത്വമുണ്ട്. വി ഹാവ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് ദൈവത്തോട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകണം. രണ്ട്, നമുക്ക് ദൈവത്തോട് ഒരു സ്നേഹമുണ്ട്. വി ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് അതിനെക്കുറിച്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്. നമുക്ക് നമ്മുടെ ജഡം, നമ്മുടെ ശരീരം, നമ്മുടെ പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസവും ഏൽപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ഒരു കൂട്ടായ്മയുണ്ട്. വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് ദൈവത്തിൽ നിന്ന് എന്താ പ്രാപിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നമുക്ക് ശക്തി തരുന്നു. ദൈവം നമുക്ക് ബുദ്ധി തരുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നമ്മളെ വഴി നടത്തുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തോട് കൂട്ടായ്മയുള്ള അപ്പോസ്തലൻ പൗലോസാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് അവൻ പറയുന്നുണ്ട്, ഐ ആം വീക്ക്. ഞാൻ ദുർബലനാവുമ്പോൾ അവൻ ശക്തിപ്പെടുത്തുന്നു. ഹി സ്ട്രെങ്തൻസ് മീ ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ കർത്താവാണ് ശക്തിപ്പെടുത്തുന്നത്. നമുക്കെല്ലാം സാധിക്കും. നമ്മൾ എല്ലാം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വിസ്ഡം, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ കൂട്ടായ്മ, ആ പാർട്ട്ണർഷിപ്പ് നമ്മുടെ കൂടെ ആയിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തോടെ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. വി ഷുഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് അത് പാർട്ട്ണർഷിപ്പായിട്ട് കണ്ടു, പങ്കാളിത്വം. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, വി ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് ദൈവത്തോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സഹോദരമുണ്ട്. ഫ്രണ്ട്ഷിപ്പ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം വാക്യം ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 15. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറയുന്നു. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ, നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, യു ആർ നോട്ട് മൈ സെർവൻസ്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ. ആരാ പറയുന്നത്? ലോകത്തെ ഉണ്ടാക്കിയ കർത്താവായ യേശു ക്രിസ്തു. ദൈവം അവരോട് പറയാണ്, ദൈവത്തോട് നമുക്കൊരു കൂട്ടായ്മ, ആദ്യം നമുക്കൊരു ബന്ധം വേണം. വി ഷുഡ് ഹാവ് എ റിലേഷൻ. നമുക്ക് കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ, വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടാകണം. ബന്ധമുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. രണ്ട്, ഇവിടെ നമ്മൾ വായിച്ചത്, നമുക്ക് ദൈവത്തിൻ്റെ നമ്മൾ സ്നേഹിതന്മാരാണ്. വി ആർ ഫ്രണ്ട്സ് ഓഫ് ഗോഡ്. സ്നേഹിതന്മാരെന്ന് പറയുമ്പോൾ എന്താ? എല്ലാ സീക്രട്ടും പറയും. എൻ്റെ മോനോട് ഞാൻ ചോദിച്ചാൽ പല കാര്യങ്ങളും എന്നോട് പറയത്തില്ല, അവൻ്റെ കൂട്ടുകാരോട് പറയും. അങ്ങനെയാണ്. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറയത്തില്ല, എൻ്റെ ഭാര്യയോട് പറയും. വി ഹാവ് സീക്രറ്റ്സ്. എന്താണ്? വി ആർ ഫ്രണ്ട്സ്. അവിടെ കർത്താവ് പറയാണ്, വി ആർ ഫ്രണ്ട്സ് വിത്ത് യു. എത്ര വലിയൊരു പദവിയാണ് നമുക്ക് തന്നേക്കുന്നത്. ദാസന്മാരല്ല,
ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാവുമ്പോൾ, നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുള്ളപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ്. ദൈവം നമ്മളോട് പല സീക്രട്ട് പറയും. എൻ്റെ ജീവിതത്തിലെ പല സീക്രട്ട് എനിക്ക് അറിയത്തില്ല. പല കുറവുകൾ എനിക്കുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് പലതൊക്കെ. എന്നാൽ എനിക്കറിയാൻ വയ്യാത്ത എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ ആർക്കറിയാം? എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവിനറിയാം. ഞാൻ ഓരോ ദിവസവും ദൈവവചനം വായിക്കുമ്പോൾ, അവൻ്റെ കർത്താവിൻ്റെ സമയം ഞാൻ ചെലവാക്കുമ്പോൾ, എൻ്റെ കുറവുകളെ, എൻ്റെ സീക്രട്ടൊക്കെ കർത്താവ് പറഞ്ഞു, ഇതാണ് മോനെ നിൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ സ്നേഹിതനെ, എന്നെ അറിയുന്ന സ്നേഹിതനെ കഴിയും. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഫ്രണ്ട് ഓഫ് ഗോഡ്. എത്ര വലിയൊരു പദവിയാ അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹിതൻ. കുറഞ്ഞല്ല, മോദിയുടെ ഫ്രണ്ടാന്ന് പറയാൻ നമുക്ക് സാധിക്കും. മോദിയുടെ ഫ്രണ്ടാ. ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതന്മാർ. നമുക്ക് കർത്താവിനോട് ഒരു ബന്ധമുണ്ടെങ്കിൽ, when we have a relation with God, we have fellowship with him, നമുക്ക് ദൈവത്തോടെ കൂട്ടായ്മയുണ്ട്, പങ്കാളിത്തമുണ്ട്. ദൈവത്തിനുള്ള ശക്തി എല്ലാം അവൻ എനിക്ക് തരും. ദൈവത്തിൻ്റെ അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ അവൻ്റെ പരിജ്ഞാനം, അവൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ദൈവം നമുക്ക് തരും. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എനിക്ക് സകലവും സാധ്യമാണ്. സർവശക്തൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് സകലവും സാധിക്കുമെന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ്. അവനെ നമുക്ക് വേണ്ടതെല്ലാം അവൻ വെളിപ്പെടുത്തി തരുന്ന ഒരു സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് മൂന്നാമത്തെ കാര്യം, നമുക്ക് സമയം തീരാറാവുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മൾ ചിന്തിച്ചത്, ആദ്യം നമുക്ക് ദൈവത്തോടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. വി ഷുഡ് ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ദൈവത്തോട്, കർത്താവിനോട് നമുക്കൊരു ബന്ധം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, നമുക്ക് ദൈവത്തോടൊരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മളവിടെ അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നത്, നമുക്ക് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂട്ടായ്മയുണ്ട്, ഞങ്ങളോടും ഉണ്ടാകണം. നമുക്ക് ഇവിടെ രണ്ട് കൂട്ടായ്മയാണ് കണ്ടല്ലേ. ഒന്ന് വിളങ്ങിനെയുള്ള അല്ലെ, വിളങ്ങിനെ ഈസ് ഹൊറൈസോണ്ടൽ ഫെലോഷിപ്പ്, വൺ ഈസ് വെർട്ടിക്കൽ ഫെലോഷിപ്പ്. മുകളിലോട്ടുള്ള കൂട്ടായ്മ, കർത്താവിനോട് ഉള്ള കൂട്ടായ്മ. അത് ശരിയാവുമ്പോൾ മറ്റേ കൂട്ടായ്മയും ശരിയാവും. കുടുംബത്തിലുള്ള കൂട്ടായ്മ, സഭയിലുള്ള കൂട്ടായ്മ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് അല്ലേ? എന്താ കാരണം? മറ്റേ സഹോദരനോട് ചേരുന്നില്ല. നമുക്ക് പലരോടും നമുക്ക് പല പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം? മുകളിലുള്ള കൂട്ടായ്മ ശരിയായിട്ടില്ലായിരിക്കും. പരിശോധിച്ച് നോക്കണം. ഹൗ ഈസ് മൈ ഫെലോഷിപ്പ് വിത്ത് ദി സൺ ആൻഡ് ദി ഫാദർ? കർത്താവിനോടും അവൻ്റെ പുത്രനോടും എൻ്റെ കൂട്ടായ്മയിൽ എന്തേലും പെശകുണ്ടെങ്കിൽ മറ്റേ കൂട്ടായ്മ അത് ബാധിക്കും. എൻ്റെ കുടുംബത്തിൽ ബാധിക്കും, എൻ്റെ ജോലി സ്ഥലത്ത് ബാധിക്കും, സഭയിൽ ബാധിക്കും. എനിക്ക് കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടാവണം, മറ്റുള്ളവരോടും കൂട്ടായ്മ ഉണ്ടാകണം. ഞാൻ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കാനല്ല ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു സഭയോടുകൂടെ ചേർന്ന് നടക്കണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയോടുകൂടെ ഓരോ വിശ്വാസി ദൈവത്തിൻ്റെ കുടുംബത്തിലാണെങ്കിൽ അവൻ സഭയിലും പ്രാദേശിക സഭയിലെ അംഗമായിരിക്കണം. ഈ ഷുഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദി ലോക്കൽ അസംബ്ലി. ലോക്കൽ അസംബ്ലി, പ്രാദേശിക സഭയിലെ അംഗമായിരിക്കണം. ആ സഭയിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളവിടെ യോഹന്നാൻ അവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് അവിടെ മൂന്നാമത്തെ കാര്യം, ഒന്ന് റിലേഷൻ, ഒന്ന് ഫെലോഷിപ്പ്. നാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദാറ്റ് അവർ ജോയ് ഷുഡ് ബി കംപ്ലീറ്റ്. ഈ ജോയ് എന്ന് പറയുന്നത് അവിടെ വേറെ എക്സൈറ്റ്മെന്റ്, സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനെ ആദ്യമായിട്ട് അറിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മൾ ഓടി നടന്ന് പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി തീർന്നു. പലപ്പോഴും ഈ സന്തോഷം കുറഞ്ഞു പോകാറുണ്ട്. എന്താണ് പ്രശ്നം? നമ്മളെ ചില കാര്യങ്ങൾ ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ പാപം വന്നാൽ നമുക്ക് ഈ സന്തോഷം കുറഞ്ഞു പോകും. രക്ഷ നഷ്ടപ്പെടുന്നില്ല, നമ്മളത് വായിച്ചു. ദൈവത്തിൻ്റെ മക്കളായാൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇറ്റ് ഈസ് കോൺഫിഡൻറ്റ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ പാപം വരാം. പാപം വരുമ്പോൾ എന്താ? നമ്മുടെ കൂട്ടായ്മയിൽ പ്രശ്നം വരും. ദൈവത്തോടെ ബന്ധത്തിൽ നമുക്ക് നമ്മുടെ സന്തോഷം അത് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിറപ്പ് പ്രാപിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് സങ്കീർത്തനം 16:11 വാക്യം ഒന്ന് വായിക്കാം. സാംസ് ചാപ്റ്റർ 16 വേഴ്സ് 11. ജീവന്റെ വഴി
നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണം അല്ലേ? എവിടാ സന്തോഷം കിട്ടുന്നത്? നമ്മളിവിടെ വായിച്ചത് നിന്റെ സാന്നിധ്യത്തിൽ there is fullness of joy. നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാറുണ്ട്? നമ്മൾ കളിക്കാൻ പോകും, കളി കാണാറുണ്ട്, TV കാണാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്, നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, അനേക കാര്യങ്ങൾക്ക് പോകാറുണ്ട്. സിനിമ കണ്ടു 3 മണിക്കൂർ സന്തോഷം, ഇറങ്ങി വരുമ്പം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, തലവേദന ഉണ്ടാവും. കാണുമ്പം സമയം അറിയത്തില്ല, സമയം പോവും. പക്ഷേ അല്ലേ നമ്മളിവിടെ കായ്ക്കുന്നത് വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടെ നൽകുന്ന സന്തോഷം പൂർണ്ണമാണ്. കംപ്ലീറ്റ് ഹോൾ സന്തോഷം, വേറെ എങ്ങും കിട്ടാത്ത സന്തോഷം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാൻ വന്നു. ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന സന്തോഷം മറ്റെങ്ങും കിട്ടത്തില്ല. നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ വെൻ വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ആ ദൈവത്തിൻ്റെ സന്തോഷം, നമുക്ക് എല്ലാത്തിനെയും കവിഞ്ഞ സന്തോഷം. ഈ യോഹന്നാൻ അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ടേസ്റ്റഡ് ദാറ്റ് ജോയ്. അവൻ പത്മോസ് ദ്വീപിലേഖനായിരിക്കുമ്പോഴും അവൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ ഇരിക്കുമ്പോൾ ആ സന്തോഷം അവൻ അനുഭവിക്കുന്നു. ഹി ഈസ് എക്സ്പീരിയൻസിങ് ദ ജോയ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ യോഹന്നാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ സന്തോഷം അനുഭവിക്കണം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ന്റെ 22-ാം വാക്യം. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ലോകം തരുന്ന സന്തോഷം അത് അല്പസമയത്തേക്ക് മാത്രമാണ്. അത് അനേക സമയത്ത് മറ്റുള്ളവരെ എടുത്ത് കളയാറുണ്ട്. ഇവൻ കയറി വന്നു, സന്തോഷമെല്ലാം തീർന്നു പോയെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ദൈവം തരുന്ന സന്തോഷം ആർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല. യോഹന്നാൻ 15-ന്റെ 11-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. കർത്താവ് പറയുന്ന കാര്യമാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടത്. അവർ ജോയ് ഷുഡ് ബി ഫുൾ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സന്തോഷം, അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാപിക്കുന്ന സന്തോഷം. നമ്മൾ സങ്കീർത്തനം 16-ൽ വായിച്ചത് യു ഷോ മീ ദ പാത്ത് ഓഫ് ലൈഫ്. ജീവൻ്റെ വഴികൾ നമുക്ക് കാണിച്ചു തരും. നമ്മൾ കർത്താവിൻ്റെ കുടുംബത്തിലാവുമ്പോൾ, ദൈവത്തിൻ്റെ ആ ഫെലോഷിപ്പിൽ കൂട്ടായ്മയിലായിത്തീരുമ്പോൾ ദൈവം നമുക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയിൽ കൂടാണ് പോകേണ്ടത്, ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് കർത്താവ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവ് വരും. എങ്ങോട്ടാണ് പോകേണ്ടത്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ? ആ ജീവന്റെ വഴി കാണിച്ചു തരാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ കർത്താവ് നമുക്ക് നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കി തരും. നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിച്ചത് യോഹന്നാനെ കുറിച്ചാണ്. നമ്മൾ ചിന്തിച്ചു പലരും പല രീതിയിലാണ് കർത്താവ് അവരെ മാറ്റിയെടുത്തത്. അപ്പോസ്തലൻ പൗലോസ്, അവൻ ഹി വാസ് എ ടെന്റ് മേക്കർ, കൂടാരപ്പണിക്കാരനായിരുന്നു. അവനെ ദൈവം മാറ്റിയെടുത്ത് അവനെ ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കാൻ ഉപയോഗിച്ചു. പത്രോസിനെ അവൻ മീൻ പിടിച്ചക്കാരനായിരുന്നു, അവനെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചു. യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് അവൻ വല നന്നാക്കുമായിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ അവൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി ജീവിതങ്ങളെ റിപ്പയർ ചെയ്യുന്ന ഹി വാസ് മെൻഡിങ് ലൈഫ്സ് ഓഫ് മെനി. അങ്ങനെ യോഹന്നാനെ ദൈവം മാറ്റിയെടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചു. ഈ യോഹന്നാൻ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. നിങ്ങൾ പാപം ചെയ്യാതിരിക്കണം. നിങ്ങൾ തെറ്റിപ്പോകരുത്. നിങ്ങളെ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ലേഖനം ഇവിടെ എഴുതി തന്നത്. നമ്മൾ 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടാകണം. വി ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ്. നമുക്ക് യോഹന്നാൻ പറഞ്ഞു, ഞാൻ അവനെ കണ്ടു,
ദൈവത്തെ കണ്ടു. ദൈവമായവൻ അവൻ ജഡമെടുത്ത് ലോകത്തിൽ ഇറങ്ങി വന്നു. അവനെ ഞാൻ കണ്ടു, അവനെ കേട്ടു. അവന്റെ മാറിൽ ചാരി അവന്റെ നെഞ്ചിടിപ്പും കേട്ടു. അതേപോലെ പറയുന്നില്ല കേട്ടോ, കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനെ അനുഭവിച്ച യോഹന്നാൻ പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് സാക്ഷ്യമായിട്ട് പറയുന്നു, അവൻ നിത്യജീവനുണ്ട്. ഈസ് ഗോഡ് ഇറ്റേണൽ ലൈഫ്. പുത്രനെ ഉള്ളവന് നിത്യജീവനുണ്ട്. ഈ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം. എനിക്ക് ഈ ബന്ധമുണ്ടോ? നമ്മൾ വായിച്ചത് 1 യോഹന്നാൻ 3 കാൺമീൻ നാം ദൈവമക്കളാകുവാൻ. ദൈവത്തിന്റെ മക്കൾ. ഞാൻ ആരുടെ മകനാണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മകനാണെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമായി തീരണം. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നവരങ്ങനെ ആയിട്ടില്ലെങ്കിൽ കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വിളിച്ചാൽ, എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടതെല്ലാം അവൻ കാൽവരിയിൽ തീർത്തു. കർത്താവ് ക്രൂശിൽ മരിച്ചതിന് ശേഷം മരിക്കുമ്പോൾ പറഞ്ഞു, സകലവും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവിനെ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചാൽ മാത്രം മതി. നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരും, ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരും. വി ആർ ഇൻ ദി ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തോടൊരു ബന്ധത്തിൽ വരും. കർത്താവ് അതാണ് ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയത്. പിതാവ് അവനിൽ വസിക്കുന്നത് പോലെ കർത്താവ് നമ്മളിൽ വസിക്കും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, നമുക്ക് ദൈവത്തോടെ കൂട്ടായ്മയുണ്ട്. വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോടും പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനോടും നമുക്കൊരു കൂട്ടായ്മയുണ്ട്, പങ്കാളിത്തവുമുണ്ട്, പാർട്ട്ണർഷിപ്പ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. രണ്ട്, കർത്താവ് നമ്മളെ സ്നേഹിതനായിട്ട് നമ്മളെ വഴി നടത്തും. അത് ഫെലോഷിപ്പ്. നമുക്ക് ദൈവത്തോടെ കൂട്ടായ്മയുള്ളപ്പോൾ ലോകത്തിലെ മറ്റുള്ളവരോടും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ലോകം തരുന്ന സന്തോഷമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന സന്തോഷം. അവന്റെ സാന്നിധ്യത്തിൽ പൂർണ്ണതയുണ്ട്. സന്തോഷം, പൂർണ്ണത അതാർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല. ദൈവം തരുന്ന സന്തോഷം. നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിൽ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട്, ദൈവത്തോട് കൂട്ടായ്മയുള്ളവരായിട്ട്, ദൈവജനത്തിനോട് കൂട്ടായ്മയുള്ളവരായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കും എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ എത്ര നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഉണ്ട്. നെന്മാറ പ്രധാന സഭയ്ക്ക് എന്നെ വിളിച്ച് ഈ അവസരം തന്നതിന് ഞാൻ അവരെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.